നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഈ മുഖ്യമന്ത്രിയുടെ ചർച്ച ഇങ്ങനെ മാരത്തോൺ ചർച്ചയാണ് നടക്കുന്നത്. സർവ്വ നേതാക്കന്മാരും ഇവിടെ തന്നെയുണ്ട്, ഘടകകക്ഷി നേതാക്കന്മാരും. ഇപ്പം പലരെയും വിളിച്ചപ്പം അവരെല്ലാം തിരുവനന്തപുരത്ത് ഉണ്ട്. ഈ ചർച്ചകളിലെല്ലാം അവർ സജീവമാണ്. ഇന്ന് കേട്ടത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ഇന്ന് കേന്ദ്ര നിരീക്ഷകർ തിരുവനന്തപുരത്ത് എത്തും, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. പലരും ആരും അങ്ങോട്ട് ഉറപ്പിക്കുന്നില്ല ആർക്കാണ് സാധ്യത എന്നുള്ളത്. ഇപ്പോഴും അവ്യക്തമാണ്, ആരും അങ്ങോട്ട് ഉറപ്പിക്കുന്നില്ല. എങ്ങനെയായിരിക്കും വരാൻ സാധ്യത? ഇപ്പോൾ കെ സി വേണുഗോപാലാണ് മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ പറഞ്ഞു കേട്ടിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്വാധീനം തെരഞ്ഞെടുപ്പിൽ ഒരുപാടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ 3 മുഖ്യമന്ത്രിമാരെ വേണ്ട ഒരവസ്ഥയാണ്. കാരണം 3 പേരും ഒരുപോലെ മുഖ്യമന്ത്രിയാകാൻ തയ്യാറായി നിൽക്കുകയാണ്. 3 പേരും വളരെ പ്രമുഖരും ശക്തരുമായ ആളുകളാണ്. പക്ഷേ മുഖ്യമന്ത്രി ഒരാളേ ഉള്ളൂ, ഒരൊറ്റ കസാരയേ ഉള്ളൂ. അതാണ് പ്രശ്നം. അതിലിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 3 പേരും ഒരുപോലെ അതിനു വേണ്ടിയിട്ട് ബലം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കെ സി വേണുഗോപാൽ തന്നെയാണ്. കാരണം കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്. കെ സി വേണുഗോപാൽ വളരെ ദീർഘകാലത്തെ രാഷ്ട്രീയ ബന്ധമുള്ള, ദേശീയ തലത്തിൽ തന്നെ വലിയ ബന്ധങ്ങളുള്ള ആളാണ്. കെ സി വേണുഗോപാലാണ് ഇത്തവണത്തെ ഇലക്ഷൻ്റെ ഫൈനാൻസിയർ, അല്ലെങ്കിൽ പുള്ളിയാണ് അതിൻ്റെ പണം സോഴ്സ് എന്നൊക്കെ ഉള്ളവർ എല്ലാവർക്കും അറിയാം. പക്ഷേ വി ഡി സതീശനെ അതിന് വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വി ഡി സതീശനെ സംബന്ധിച്ച് വി ഡി സതീശൻ്റെ നിലപാട് വളരെ വ്യക്തമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇന്നലെ ബെന്നി ശ്രദ്ധിച്ചാണ് എറണാകുളത്ത് സ്വീകരണം. ആ സ്വീകരണം നൽകുന്ന മെസ്സേജ് എന്താണ്? കാരണം ആ മെസ്സേജ് വളരെ ക്ലിയറാണ്. വി ഡി സതീശന് ഒരു അണുവിട പോലും മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പറയുന്നുണ്ട്, അയ്യോ ഇത് വലിയ കഷ്ടമായിപ്പോയി, UDF ജനങ്ങളെല്ലാം കൂടെ ഇത്രയും വോട്ട് നൽകി ജയിപ്പിച്ച. പക്ഷേ ഒരുവിധം സാമാന്യമായ രാഷ്ട്രീയ ബോധമുള്ള, ഒരുവിധം UDF പ്രവർത്തന ശൈലി അറിയാവുന്ന ഏതൊരാൾക്കും അറിയാം ഇതിങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന്. എനിക്ക് സംശയമൊന്നുമില്ലായിരുന്നു. വളരെ സ്മൂത്തായിട്ട് മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന് കരുതാൻ മാത്രം ഞാനൊരു മണ്ടനല്ല. പക്ഷേ ഒരു കാര്യത്തിൽ UDF ഹൈക്കമാൻഡ് വിജയിച്ചു, ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വിജയിച്ചു. ഇവിടെ യാതൊരു പ്രശ്നവുമില്ല, എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന തോന്നലിൽ തെരഞ്ഞെടുപ്പ് നടത്താനും വിജയത്തിൽ കൊണ്ടെത്തിക്കാനും കഴിഞ്ഞു. പക്ഷേ ഞാൻ പറയുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൽ അത്രയും നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവരുടെ ജോലി എന്താണ്? അവരെന്താണ് ചെയ്തത്? അവർ LDF ഭരണത്തിൽ മടുത്തു. അവർ എങ്ങനെയെങ്കിലും ഈ ഭരണത്തെ തൂത്തെറിയണം എന്നുള്ള വികാരത്തിൻ്റെ പ്രകടനമായിരുന്നു. നല്ല സംശയമുണ്ടോ? അല്ലാതെ ഇവിടെ ഇന്ന മുഖ്യമന്ത്രി വരണമെന്നോ അല്ലെങ്കിൽ ഇന്ന UDF ഭരണം വന്നിട്ട് ഇവിടെ പാലും തേനും ഒഴുകുന്നൊന്നും കരുതിയിട്ടാണ് ഞാൻ കരുതുന്നില്ല. ഇവർക്ക് എങ്ങനെയും LDF ഭരണം ഇവിടുന്ന് തൂത്തെറിയണം എന്നുള്ള ഒറ്റ ഇതില്ല. അതിൽ പിന്നെ ആര് മുഖ്യമന്ത്രി ആവുന്നുള്ളതെന്ന് അവർക്ക് അപ്പ പ്രശ്നമല്ല. ഇപ്പോൾ പക്ഷേ പ്രശ്നമാണ്. ഇപ്പം പ്രശ്നമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ജനത്തിന് ഇപ്പോൾ ഒരു ധാരണ വന്നിട്ടുണ്ട് ഈ വിജയത്തിൻ്റെ പ്രധാന ശില്പി വി ഡി സതീശനാണെന്ന്. നമുക്കറിയാം രമേശ് ചെന്നിത്തലയും വളരെ പ്രഗത്ഭനും വളരെ സീനിയറാണ്. അദ്ദേഹവും ഇതിന് വിജയത്തിന് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയൊക്കെയാണ്. നമുക്കതൊന്നും തർക്കമൊന്നുമില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ അർഹനായ വ്യക്തി തന്നെയാണ്. പക്ഷേ വി ഡി സതീശനെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷമായിട്ട് വി ഡി സതീശൻ ഇവിടെ നടത്തിയ ഗ്രൗണ്ട് വർക്ക്, അതേ സംബന്ധിൻ്റെ നിയമസഭയ്ക്കകത്തോ അദ്ദേഹം നടത്തിയ പ്രതിപക്ഷത്തിന് നടത്തിയ പോരാട്ടം, ഇത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം, അത് ഞാൻ പറയുന്ന അതൊരു രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ്, ഗ്രൂപ്പിനൊക്കെ അതീതമായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് ഇപ്പം ഞാൻ പറയാം CPM നമുക്കറിയാമല്ലോ, പിണറായി വിജയനോട് എതിർപ്പുള്ള ഒരു വലിയ വിഭാഗം ഉണ്ടായിരുന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ പ്രകടമായത്. അവർ പോലും വി ഡി സതീശനെ മനസ്സുകൊണ്ട് ആരാധിക്കുകയാണ്. കാരണം പിണറായി വിജയനെ പോലെ ഒരാളെ ഒതുക്കിയ ആളെന്നുള്ള നിലയിലാണ് വി ഡി സതീശനെ കാണുന്നത്, അല്ലെങ്കിൽ നേർക്കുനേർ ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളെന്നുള്ളതിൽ. അതുകൊണ്ട് ഞാൻ കരുതുന്നത് വി ഡി സതീശൻ വിട്ടുകൊടുക്കുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നതും വളരെ സ്മൂത്തായിട്ട് തീരണമെന്നുള്ളതാണ്. ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കും. ഹൈക്കമാൻഡ് കെ സി വേണുഗോപാൽ അനുകൂലമായിട്ട് തീരുമാനം എടുത്താൽ ഇവിടെ മന്ത്രിസഭ രൂപവൽക്കരണം വളരെ വളരെ ശാന്തമായിട്ട് നടക്കും. ആരും ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. പക്ഷെ അതിനുശേഷം അത്ര സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതുണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം ഒന്ന് ജനവികാരം എന്താണ് എന്നുള്ളത് ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം, രമേശ് ചെന്നിത്തലയെ പോലെ സീനിയറായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിക്ക് എന്ത് പദവിയാണ് കൊടുക്കുക എന്നുള്ളത്. അദ്ദേഹം ഈ മന്ത്രിസഭയിൽ ഇപ്പം രമേശ് ചെന്നിത്തലയാണ് വി ഡി സതീശനാണ് മന്ത്രിയെങ്കിൽ രമേശ് ചെന്നിത്തല മന്ത്രിയായിരിക്കുമോ? അങ്ങേക്ക് എന്ത് തോന്നുന്നു?
രമേശ് ചെന്നിത്തല ഒരിക്കലും പിന്നെ വി ഡി സതീശന്റെ കീഴിലിരിക്കാൻ സാധ്യതയില്ല, താല്പര്യം വരത്തില്ല, സാധ്യതയില്ല. ഇനി എന്ത് തന്നെ കൊടുത്താലും ശരി, ഏത് പോസ്റ്റ് കൊടുത്താലും അതെ, ശരി. കാരണം വളരെ സീനിയർ ആയിട്ടുള്ള അദ്ദേഹം കണക്കാക്കുന്നത് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ താഴെ ഇരിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് ഇനിയൊരു അവസരമില്ല, ഇനിയൊരു അവസരം ഇല്ല. അദ്ദേഹത്തിന് ഇനി ഒരിക്കലും മുഖ്യമന്ത്രി ആകാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് മുഖ്യമന്ത്രി ആകുന്നുള്ളത്. ബാക്കി എല്ലാ പദവികളും അദ്ദേഹം വഹിച്ചു. അദ്ദേഹം വഹിക്കാത്ത പദവികൾ എന്തൊക്കെയാണ്? 27ാമത്തെ വയസ്സിൽ മന്ത്രിയായി. അതിനു മുമ്പ് KSUവിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു, NSUവിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. ഇവിടെ ചെറുപ്പത്തിൽ മന്ത്രിയായി, അതിനുശേഷം MP ആയി, MLA ആയി, ആഭ്യന്തരമന്ത്രിയായി, KPCC പ്രസിഡന്റായി, എല്ലാമായി. ഇനി ആകാൻ ഒറ്റ പദവിയേ ഉള്ളൂ, മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഒരു മറുചോദ്യം, ഇത്രയും പദവികൾ വഹിച്ച ഒരാളാണ് രമേശ് ചെന്നിത്തല. ഈ പദവികളൊന്നും കിട്ടാത്ത, ഇതിനേക്കാളും ത്യാഗം ഈ പാർട്ടിക്ക് വേണ്ടി അനുഭവിച്ച് അടിയും വെട്ടും കുത്തും വരെ ഉണ്ടായി, ഇപ്പോഴും അതിൻ്റെ ആന്തരിക ഫലം അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേർ ഈ പാർട്ടിക്കകത്തുണ്ട്. ഒരു സ്ഥാനങ്ങളും വളരെ മനോഹരമായ ചോദ്യം. പക്ഷേ ഈ ചോദ്യം നമുക്കേ തോന്നുള്ളൂ. ഈ അധികാരത്തിൽ ഇരിക്കുന്നവർക്കോ അധികാരം ആഗ്രഹിക്കുന്നവർക്കോ അത് തോന്നില്ല. അവരത് മാറി നിൽക്കില്ല. കാരണം അവർക്ക് ഇത് അർഹതപ്പെട്ടതാണെന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ നിൽക്കുന്ന കാലത്തോളം അവർക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അതാണ് രാഷ്ട്രീയം. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇത്രയൊക്കെ പദവികൾ ലഭിച്ച ആളല്ലേ, ഒരു വിട്ടുവീഴ്ച ചെയ്തുകൂടെ എന്ന് പറഞ്ഞാൽ ആരും ചെയ്യില്ല. പക്ഷേ ഈ രമേശ് ചെന്നിത്തലയുടെ അത്രയും പദവികൾ വി ഡി സതീശൻ വഹിച്ചിട്ടില്ല. ഇല്ല, വി ഡി സതീശന് ഒരിക്കൽ പോലും മന്ത്രിയാകാൻ പറ്റിയിട്ടില്ല. ഇല്ല, ഒരു തവണ മന്ത്രിയായി. എവിടെ? എന്ന്? കേരളത്തിൽ ഒരു തവണ മന്ത്രിയായി. എന്ന്? പരിശോധിച്ച് നോക്കൂ. എന്ന്? ഏത് മന്ത്രിസഭയിൽ? ഇല്ല, ആയിട്ടില്ല. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ ഒരുങ്ങി. അദ്ദേഹത്തിന് മന്ത്രിയാകാരുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ രാഖി രാമൻ അദ്ദേഹത്തിന് പേര് വെട്ടിപ്പോയി. ആ പേര് വെട്ടിയതിനെ കുറിച്ച് അദ്ദേഹത്തിന് ചില പരാതികളും ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് പിന്നീട് സ്പീക്കറാക്കാനായിട്ട് നിർദ്ദേശിച്ചു. സ്പീക്കറാക്കാനായിട്ട് ആക്കാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അത് വേണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങൾ സ്പീക്കർ സ്ഥാനത്തേക്ക് നിങ്ങളുടെ പേരും പരിഗണിക്കുന്നുണ്ടെന്നേ പറഞ്ഞുള്ളൂ, എൻ്റെ സ്പീക്കറാകാമെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ ഞാൻ സ്പീക്കറാകാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് സ്പീക്കറായാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് രാഷ്ട്രീയം പറയാൻ പറ്റത്തില്ല. ഞാൻ രാഷ്ട്രീയം പറഞ്ഞ് വളർന്നൊരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. എനിക്ക് എൻ്റെ എതിരാളികളോട് രാഷ്ട്രീയം പറയണം. അതുകൊണ്ട് എനിക്ക് സ്പീക്കർ സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിലൊരു ലോജിക്കൊക്കെ ഉണ്ട്. പുള്ളി പറഞ്ഞത് വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ പുള്ളിക്ക് മന്ത്രിസ്ഥാനം ആഗ്രഹിച്ചു, അത് കൊടുത്തില്ലെന്ന്. പിന്നെ ഒരു അവസരം വന്നില്ല, അത് വേറെ കാര്യം. പിന്നെ വന്നിരുന്നെങ്കിൽ പുള്ളി കിട്ടിയാനെ. പക്ഷേ അതാണ് എൻ്റെ വസ്തുത. പക്ഷേ അതിനകത്ത് എനിക്ക് തോന്നുന്നത് പിന്നെ വി ഡി സതീശൻ ഓക്കെ, ഇത് അണുകിട മാറുന്നില്ല, ഓക്കെ, സമ്മതിച്ചു. KC വേണുഗോപാൽ എന്തെല്ലാം പദവികൾ വഹിച്ചിട്ടുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്. പുള്ളിയല്ലേ ഹൈക്കമാൻഡ്? അതേ ഹൈക്കമാൻഡാണ്. അദ്ദേഹം ഇവിടെ മന്ത്രിയായിട്ടുണ്ട്, പലതവണ MP ആയിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് കേരളത്തിൽ മന്ത്രിയായിരുന്നുണ്ട്, KSU സംസ്ഥാന പ്രസിഡന്റായിരുന്നു, കേന്ദ്രമന്ത്രി ആയിട്ടുണ്ടോ? കേന്ദ്രമന്ത്രിയായി ഒരു തവണ, സംസ്ഥാന മന്ത്രിയായി. ഇതെല്ലാം ഉണ്ട്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നുള്ള ആഗ്രഹം എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വലിയ സ്വപ്നമാണ്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. ഇതൊക്കെ KC വേണുഗോപാൽ വളരെ നേരത്തെ തന്നെ വളരെ പ്ലാൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോയിരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇവർ 3 പേരും അവരുടെ എല്ലാ ആയുധങ്ങളും എടുത്ത് പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പുറമെ എല്ലാവരും സ്നേഹിതരും നമ്മുടെ കാണുമല്ലോ, ചില ഈ വീടുകളിലൊക്കെ ഈ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വഴക്കാണെങ്കിലും പുറമെ കാണിക്കുന്നില്ല. ആരെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ചെന്ന് കഴിയുമ്പോൾ രണ്ടുപേരും ചിരിച്ച് കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കും. പക്ഷേ യഥാർത്ഥ അടി നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. പക്ഷേ ഈ ആളുകൾ, ഞാൻ പറയുന്ന വോട്ടർമാരോട് നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. വോട്ടർമാരെ നിങ്ങൾ നിരാശപ്പെടേണ്ട. ഇതാണ് UDF, ഇതാണ് കോൺഗ്രസ്. നിങ്ങൾ അതിനെക്കുറിച്ച് നിരാശപ്പെടേണ്ട. ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും. ആ മുഖ്യമന്ത്രി ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ചില നാടകങ്ങളും ചില കഥകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ആസ്വദിക്കുക. പിന്നെ വേറെ കാര്യം ഞാൻ പറയാം, മീഡിയ വളരെ ഹാപ്പിയാണ്. CPM ആണ് അല്ല LDF ആണ് ഭരിക്കുന്നതെങ്കിൽ അവർക്ക് ഒരു വാർത്തയും കിട്ടും. എല്ലാ ദിവസവും എല്ലാ നിമിഷവും ചാനലുകൾ ഇങ്ങനെ ഇപ്പോൾ വരുന്ന പ്രധാന വാർത്ത, ഇപ്പോൾ കിട്ടുന്ന വാർത്ത എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മീഡിയയെ സംബന്ധിച്ച് ഇത് ഉത്സവകാലമാണ്. അവർക്കെപ്പോഴും UDF വരുന്നത് തന്നെയാണ് ചാകര. ഇതെല്ലാം പറയുന്നെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ രമേശ് ചെന്നിത്തല വളരെ തുറന്ന് തന്നെ പറഞ്ഞു, എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ക്ലെയിം ഉണ്ടെന്ന്. അല്ല, ഉണ്ടെന്ന് തുറന്ന് രമേശ് പറഞ്ഞു, ബാക്കിയുള്ളവരല്ലാതെ പറയുന്നു. ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്തുവാ?
വാട്ട് ഈസ് ദ പുള്ളി അർഹനാണെന്ന് അല്ല, ആരും അർഹതയില്ല. പുള്ളിക്ക് കിട്ടണം. അപ്പൊ പ്രതിപക്ഷ നേതാവിന് അർഹതയില്ലേ? പുള്ളി പറയുന്നത് പ്രതിപക്ഷ ഇവിടെ ശരിക്കും പറഞ്ഞ അർഹതയുള്ള ഇവർക്ക് രണ്ടുപേർക്കോ? കെ.സി. വേണുഗോപാലിന് എന്താണ് അർഹത ഇവിടെ വന്ന് മുഖ്യമന്ത്രി ആകാനുണ്ട്? അവിടെ കേന്ദ്രത്തിൽ ഇരിക്കുന്ന, അവിടെ AICC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കെ.സി. വേണുഗോപാലിന് ഇവിടെ വന്ന് മുഖ്യമന്ത്രി ആകാൻ അർഹത? അത് മത്സരിച്ചിട്ടില്ല. അദ്ദേഹം ഓൾറെഡി MP ആണ്. അദ്ദേഹം രാജിവെച്ചാൽ അദ്ദേഹത്തിന് രണ്ട് പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, അദ്ദേഹത്തിന് ഏതെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. അത്ര എളുപ്പമൊന്നുമല്ല. കാരണം അദ്ദേഹം ഇവിടെ വരികയാണ്, കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പണ്ട് പലരും അങ്ങനെ വന്നിട്ടുണ്ട്. അയക്കാനും വന്നിട്ടുണ്ട്, അച്യുതമേനോൻ വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ പിന്നിൽ UDF ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയായിരുന്നു. ലീഗിന്റെ സീറ്റിലാണ് പോയി മത്സരിച്ച് ജയിച്ചത്. ഇന്നിപ്പോൾ ലീഗ് പറയുന്നത് പിന്നെ സതീശൻ വരണമെന്ന്. അപ്പോൾ ആ ലീഗിന്റെ പിന്തുണ കിട്ടുമോ? സംശയമാണ്. അപ്പോൾ ഇനി എവിടെ പോയി മത്സരിച്ച് തോറ്റുപോയ എന്ത് ചെയ്യും? ഇതിലും വലിയ ഡാമേജ് അല്ലേ അത്? രണ്ടാമത്തെ സംഗതി, ഇപ്പോൾ രാജിവെച്ചിട്ട് ഈ ആലപ്പുഴ സീറ്റിൽ വീണ്ടും ഒരു മത്സരം നടന്നാൽ ജയിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ രാജി തന്നെ ആൾക്ക് ഇഷ്ടപ്പെടത്തില്ല. മൊത്തത്തിൽ ഇവിടുത്തെ വോട്ട് ചെയ്ത ആളുകളോട് കാണിക്കുന്ന ഒരു അനീതിയായിട്ടേ അത് തോന്നുള്ളൂ. ഇതൊക്കെ പക്ഷപാതമില്ലാതെ നിഷ്പക്ഷമായിട്ട് കാണുന്ന ഒരാളെ സംബന്ധിച്ച് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അവരെ സംബന്ധിച്ച് അവരുടേതായ ന്യായങ്ങളുണ്ടാവും. പക്ഷേ അതുകൊണ്ട് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡ് വളരെ സൂക്ഷിച്ച് തീരുമാനമെടുക്കുന്ന ഇല്ലെങ്കിൽ ഇവിടെ വളരെ വലിയൊരു ഡിസാസ്റ്റർ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നുള്ള കാര്യം സംശയമില്ല. പണ്ട് കാലത്താണ് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്ത് നടപ്പാക്കിയാൽ അത് നടന്നതാണ്. ഇന്ന് ഹൈക്കമാൻഡ് തീരുമാനം എടുത്ത് നമുക്ക് രാജസ്ഥാനിൽ കണ്ടതല്ലോ എന്താ സംഭവിച്ചെന്നുള്ളത്. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം തീരുമാനം രാജസ്ഥാനിലും മധ്യപ്രദേശിലൊക്കെ മധ്യപ്രദേശിലും അതിന് സംഭവിച്ചു, നമ്മൾ കണ്ടതാണ്. രാജസ്ഥാനിലും ഉണ്ടായിരുന്നു മറ്റേ വസുന്ധരാജ സിന്ധ്യ മുഖ്യമന്ത്രിയാക്കാൻ. അപ്പൊ അങ്ങനെ പലയിടത്തും പ്രശ്നമായി. പക്ഷെ അവിടുത്തെ കണക്ക് ഇവിടെ ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് BJP-യിലോട്ട് ഇവിടെ ഇവരാരും പെട്ടെന്ന് BJP-യിലേക്കൊന്നും പോവില്ല. പക്ഷെ അസംതൃപ്തി തന്നെ വലിയ ഘടകമാണ്. പിന്നെ ഈ വിജയം കൊണ്ടുവന്ന സതീശനെ ഇതിൽ നിന്ന് അങ്ങോട്ട് നിസ്സംഗനായി മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഭരണത്തെ ബാധിക്കും. മാത്രമല്ല പാർട്ടി മൊത്തത്തിൽ പാർട്ടിയെ ബാധിക്കും. ഞാൻ പറഞ്ഞ ജയിച്ച MLA-മാരിൽ ഭൂരിപക്ഷം KC-യുടെ കൂടെ നിൽക്കുകയുള്ളൂ. പക്ഷേ അണികളുടെ വികാരം എന്താണെന്ന് ഇവിടെ ചിന്തിക്കണം. പൊതുജനങ്ങളുടെ വികാരം, വോട്ട് ചെയ്ത പൊതുജനങ്ങളുടെ വികാരം ചിന്തിക്കണം. അതുകൂടെ കണക്കിലെടുക്കുമ്പോൾ ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ടൊരു വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. എടുത്തിയാടി തീരുമാനമെടുത്ത് കുഴപ്പത്തിലാകരുത് എന്നുള്ളത് മാത്രമാണ് നൽകുന്ന സന്ദേശം.